ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഒരാൾക്ക് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് മാറാൻ കഴിയുമോ? ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്നേ വരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും പിന്നീട് രാഷ്ട്രപതിയായിട്ട് മാറിയിട്ടില്ല, അല്ലെങ്കിൽ പ്രസിഡന്റായിട്ട് മാറിയിട്ടില്ല. എന്നാൽ ഭരണഘടന അനുസൃതമായിട്ട് ഒരു വ്യക്തിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് മാറുമെന്ന് ചില പ്രശസ്തരായിട്ടുള്ള ജ്യോതിഷന്മാർ പ്രവചിച്ചിട്ട് പോലുമുണ്ട്. അതും 2027 മോദി ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് മാറുമെന്നും ഇന്ത്യയെ നയിക്കുന്നത് മറ്റൊരു BJP ലീഡറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടമായിരിക്കുമെന്നും ഒരു പുതിയ പ്രധാനമന്ത്രി 2027 ഉണ്ടാകുമെന്നുമൊക്കെ നിരവധി ജ്യോതിഷന്മാർ 2024 25 ഒക്കെ ആയിട്ട് പ്രവചനം നടത്തിയിട്ടുണ്ട് എന്നത് കൗതുകകരമാണ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മുഖ്യമന്ത്രിമാരായിട്ടിരുന്ന ആരൊക്കെ പ്രധാനമന്ത്രിമാരായിട്ട് മാറി നോക്കാം. 6 മുൻ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിമാരായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മൊറാർജി ദേശായി, ചരൺ സിംഗ്, VP സിംഗ്, PV നരസിംഹറാവു, HD ദേവഗൌഡ, നരേന്ദ്രമോദി എന്നിവരാണ് 6 പേര്. ഇന്ത്യയുടെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഒരു സംസ്ഥാനത്തിരുന്ന 6 പേര് പിന്നീട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. അതിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് മോദി. മോദി തുടർച്ചയായിട്ട് ഇന്നേ വരെ ഒരു പരാജയവും അനുഭവിക്കാതെ, ഒരു പരാജയവും നേരിടാതെ അധികാരത്തിലിരിക്കുന്ന ആളാണ്. 2000 ആണ്ടിന്റെ തുടക്ക നാളുകളിൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലെത്തിയ മോദി തുടർച്ചയായിട്ട് അവിടെ മുഖ്യമന്ത്രിയായിട്ടിരുന്നു. 2014 അവിടെ നിന്ന് നേരെ പ്രധാനമന്ത്രിയാവുന്നു. ഇപ്പോൾ ഇതാ തുടർച്ചയായിട്ട് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രം തിരുത്തിക്കൊണ്ട് നരേന്ദ്രമോദി അടുത്ത പ്രസിഡന്റായിട്ട് നാളെ മാറുമോ എന്നതാണ് പൊതുവെ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ചർച്ച. അതിനു മുമ്പ് മറ്റ് പ്രധാന പദവികളിൽ നിന്ന് പ്രസിഡന്റുമാരായിട്ട് മാറിയ വ്യക്തികളെ കൂടി നമുക്ക് നോക്കാം. ഉപരാഷ്ട്രപതിയിൽ നിന്ന് രാഷ്ട്രപതിയായിട്ട് മാറിയിട്ടുള്ള നിരവധി പേരുണ്ട്. 6 മുൻ ഉപരാഷ്ട്രപതിമാർ പിന്നീട് രാഷ്ട്രപതിയായിട്ടുണ്ട്. ഡോക്ടർ S രാധാകൃഷ്ണൻ, ഡോക്ടർ സക്കീർ ഹുസൈൻ, VV ഗിരി, R വെങ്കിട്ടരാമൻ, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ, KR നാരായണൻ എന്നിവർ ഉപരാഷ്ട്രപതിയായിട്ടിരുന്നിട്ട് പിന്നീട് രാഷ്ട്രപതിയായിട്ട് മാറിയവരാണ്. ഇനി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരിൽ നിന്ന് രാഷ്ട്രപതിയിലേക്ക് മാറിയ നിരവധി പേരുണ്ട്. ധനകാര്യം, പ്രതിരോധം, വിദേശകാര്യം തുടങ്ങിയ ക്യാബിനറ്റ് വകുപ്പുകൾ കൈകാര്യം ചെയ്ത പ്രണബ് മുഖർജി, R വെങ്കിട്ടരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്നീട് രാഷ്ട്രപതിയായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് പ്രണബ് മുഖർജി. അദ്ദേഹം ഈ കോൺഗ്രസ് ഗവൺമെന്റിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു, മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ്. അദ്ദേഹം പിന്നീട് രാഷ്ട്രപതിയായിട്ട് മാറിയിട്ടുണ്ട്. സോ ചോദ്യം ഇതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രം തിരുത്തി കുറിക്കുമോ? അതായത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായിട്ട് അധികാരത്തിൽ ഇരുന്നിട്ടുള്ള ആദ്യ വ്യക്തി, തുടർച്ചയായിട്ട് ഏകദേശം 2-3 പതിറ്റാണ്ട് അധികാരത്തിലിരുന്ന ഭരണാധികാരി എന്നിങ്ങനെയുള്ള പേരുകൾ നരേന്ദ്രമോദിക്ക് ലഭിക്കുമോ എന്നത് കണ്ടറിയണം. ഇപ്പൊ വീണ്ടും ഇത് ചർച്ചയാവുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മന്ത്രിസഭ പുനഃസംഘടന നടക്കാൻ പോവാണ്. അതായത് BJPയുടെ കേന്ദ്ര മന്ത്രിമാരിൽ വലിയ അഴിച്ചുപണി നടക്കാൻ പോവാണ്. ഒരു തലമുറ മാറ്റം നമുക്ക് പ്രകടമാണ്. BJPയുടെ രാജ്യത്തെ പുതിയ അധ്യക്ഷൻ എന്ന് പറയുന്നത് കുറെ കൂടെ യങ് ആയിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ട് ഒരു തലമുറ മാറ്റം BJPയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദി അടുത്ത ഇലക്ഷൻ, അടുത്ത് വരാൻ പോകുന്ന 2029 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങൾ പല BJP നേതാക്കളും നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ 75 വയസ്സോളം പ്രായമുണ്ട്. സോ അതിന്റെ പോസിബിലിറ്റി ഒക്കെ നമുക്ക് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. നരേന്ദ്രമോദിയെ പോലത്തെ ഒരാള് അദ്ദേഹത്തിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് പകരം ഒരാളെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ വീട്ടിലിരുത്തുക എന്ന് പറയുന്നതും പോസിബിൾ അല്ല. ഇന്നും ലോകത്തിലെ ഏറ്റവും പവർഫുൾ ലീഡറാണ് നരേന്ദ്രമോദി. ഈ അടുത്തിടെ നടന്ന ഒരു സർവേയിലും ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി. സോ അങ്ങനത്തെ ഒരാളെ ഇപ്പോൾ അദ്ദേഹം മാറിയിട്ട് പകരം ഒരാളെ പ്രധാനമന്ത്രിയാക്കിയിട്ട് മോദി വീട്ടിൽ ശിഷ്ടകാലം ഇരുന്നുള്ളൂ എന്ന് പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം അത്രയും ജനപിന്തുണയുള്ള ഒരാളാണ് അദ്ദേഹം. സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അതേസമയം തന്നെ ഇന്ത്യയുടെ ഒരു കാര്യം എടുക്കുമ്പോൾ പ്രസിഡന്റാണ് പ്രഥമ പൗരനാണ്, ഏറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നത് പ്രസിഡന്റിനാണ്. പക്ഷെ ഭരണപരമായ തീരുമാനങ്ങൾ പലപ്പോഴും പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഒക്കെയാണ് എടുക്കുന്നത്. സോ അവർക്ക് കുറെ കൂടെ അധികാരങ്ങളുണ്ട്, കുറെ കൂടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. സോ അതുകൊണ്ട് പ്രസിഡന്റ് ഒരു പ്രധാനപ്പെട്ട പൊസിഷനാണ്, ഏറ്റവും ഉയർന്ന പൊസിഷനാണെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്ക് കുറെ കൂടെ ഭരണപരമായ റോൾ ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. ഭരിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നയങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ, വിദേശകാര്യം, ആഭ്യന്തര വിഷയങ്ങൾ, ഡെവലപ്മെന്റ് തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ
വളരെ പ്രധാനപ്പെട്ട റോള് പ്രധാനമന്ത്രിക്കാണ്. സോ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പദവി എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ട് ഉന്നതമായ പദവിയാണെങ്കിലും ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ ഒരു പദവിയിലേക്ക് മാറുമോ എന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ പ്രഡിക്ഷൻ നടത്തുന്നത് കൂടുതലും ജ്യോതിഷന്മാരാണ്, അവർക്കത് പറയാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ചരിത്രമാണ്. ബി ജെ പിയിൽ അടിമുടി ഒരു അഴിച്ചുപണി ഉണ്ടാവുന്നു. കാരണം ഇന്നത്തെ ജനറേഷൻ, ജെൻസിയും അല്ലെങ്കിൽ പുതിയ ജനറേഷനും ഒക്കെ അവര് ഒന്ന് അറിയാറായത് തൊട്ട് കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സോ അവർക്കൊരു മാറ്റം ഭരണതലത്തിൽ വേണമെന്ന് തോന്നാം. അത് പരിഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായിട്ടൊരു പുതിയ കുറെ കൂടെ യങ് ആയിട്ടുള്ള ഒരു ലീഡർ നേതൃത്വത്തിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ അസാധ്യമായ പലതും ചെയ്തിട്ടുള്ള ഒരു ഭരണകൂടമാണ് ബി ജെ പി ഭരണകൂടം. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പക്ഷേ ചരിത്രം കുറിച്ചുകൊണ്ട് അടുത്ത പ്രസിഡന്റായിട്ട് മാറിക്കൂടാ എന്നും പറയാൻ പറ്റില്ല. 2027 ഇന്ത്യയിൽ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും എന്നതുകൊണ്ടാണ് ഈ ചർച്ചകൾ ഇപ്പോൾ ചൂടുപിടിക്കുന്നത്. കൂടുതൽ വീഡിയോകളും അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.